ആരോഗ്യമന്ത്രി നിയോഗിച്ച ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം രാവിലെ 11 മണിയോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. പിന്നാലെ അനീഷും സുർമിയും കുഞ്ഞുമായി വന്നു. കുഞ്ഞിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് മാതാപിതാക്കളിൽ നിന്ന് വിദഗ്ധ സംഘം വിശദമായി ചോദിച്ചറിഞ്ഞു. ഇതുവരെയുള്ള ചികിത്സാരേഖകളും പരിശോധിച്ചു. വൈകല്യങ്ങൾ ലഘൂകരിക്കുന്നതിന് തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊച്ചിൻ്റെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിലവിലുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഇനി അവർ അന്വേഷണ സംഘം ആരോഗ്യമന്ത്രിക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി ചികിത്സയും കാര്യങ്ങളും ഉണ്ടാകുക. റിപ്പോർട്ട് അധികം വൈകാതെ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. ആലപ്പുഴ ലജനത്ത് വാർഡ് സ്വദേശികളായ അനീഷ് മുഹമ്മദ് സുർമി ദമ്പതികളുടെ മൂന്നാമത്തെ കുഞ്ഞാണ് അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ് ആരോപണം. പരാതിയിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചികിത്സാരേഖകൾ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ ഡിവൈഎസ്പി രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കാനിംഗ് പിഴവ് ആരോപണം നേരിടുന്ന ശങ്കേഴ്സ്, മിഡാസ് എന്നീ ലാബുകളിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കടപ്പുറത്തെ ആശുപത്രിയിലേക്കും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.